547 നാമം വേദ, വിധാനം ചെയ്യുന്നവൻ, സൃഷ്ടിക്കുന്നവൻ, സൃഷ്ടികർത്താവ്. 548 നാമം സ്വാംഗ, താൻ തന്നെ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് അംഗമായവൻ. ഏത് പ്രവർത്തിക്കും പ്രവർത്തിക്കുന്ന ആൾ, പ്രവർത്തനത്തിന് ആവശ്യമായ വസ്തു, പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഉപകരണം, പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്ന വ്യക്തിയോ സംവിധാനമോ തുടങ്ങി പല അംഗങ്ങൾ വേണം. അനന്തവൈവിധ്യമുള്ള പ്രാണികളും വസ്തുക്കളും പ്രവർത്തനങ്ങളുമുള്ള പ്രപഞ്ചരചനയ്ക്ക് ഭഗവാന് അംഗങ്ങൾ ആവശ്യമില്ല. സങ്കല്പമാത്രം കൊണ്ട് സൃഷ്ടിക്കുന്നു, നിലനിർത്തുന്നു, തിരികെ തന്നിൽ ലയിപ്പിക്കുന്നു. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ. 549 നാമം അജിത, ആർക്കും തോൽപ്പിക്കാൻ ആകാത്തവൻ. 550 നാമം കൃഷ്ണ. 57 നാമത്തിലെ കൃഷ്ണ ശബ്ദത്തെ വ്യാഖ്യാനിച്ചു. വ്യാസൻ എന്ന അർത്ഥം അവിടെ സൂചിപ്പിച്ചിരുന്നു. വേദങ്ങളെ ശേഖരിച്ച് ക്രമപ്പെടുത്തി 4ആയി വിഭജിച്ചതും വൈദിക തത്വങ്ങൾ സാമാന്യ ജനങ്ങൾക്ക് അനായാസമായി ലഭിക്കത്തക്കവണ്ണം പുരാണ ഇതിഹാസങ്ങൾ നിർമ്മിച്ചതും ബ്രഹ്മസൂത്രം രചിച്ചതും വ്യാസനാണ്. വ്യാസന് കൃഷ്ണൻ എന്ന് പേരുണ്ടായി. ഉണ്ടായത് കറുത്ത നിറം ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്ന് പുരാണങ്ങൾ പറയുന്നു. വ്യാസരൂപിയായി മഹാഭാരതവും 18 പുരാണങ്ങളും രചിച്ച ലോകാചാര്യനാണ് വേദവ്യാസൻ. ആ വ്യാസൻ വിഷ്ണു തന്നെയാണ്. കൃഷ്ണദ്വൈപായനായ വേദവ്യാസനെ നാരായണനും പ്രഭുവുമായി അറിയുക. പുണ്ഡരീകാഷ്ണനായ ശ്രീനാരായണനല്ലാതെ മറ്റാർക്കാണ് മഹാഭാരതം നിർമ്മിക്കാൻ കഴിയുന്നത് എന്ന് വിഷ്ണുപുരാണം. 551 നാമം ദൃഢ, ഉറപ്പുള്ളവൻ, രൂപം, സാമർഥ്യം, ജ്ഞാനം, ഐശ്വര്യം, കാരുണ്യം തുടങ്ങിയ ഗുണങ്ങൾക്ക് മാറ്റമില്ലാതെ അവ്യയനായി തുടരുന്നവൻ. 552 നാമം സംഘർഷണോച്യുത, സംഘർഷണനായും അച്യുതനായും വർത്തിക്കുന്നവൻ. സംഘർഷണനും അച്യുതനും മഹാവിഷ്ണുവിൻ്റെ 2 മൂർത്തികളായി വൈഷ്ണവ തന്ത്രങ്ങൾ വിവരിക്കുന്നു. സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിച്ച് പ്രളയകാലത്ത് തന്നിൽ ലയിപ്പിക്കുന്ന ആകർഷണ ശക്തിയാണ് സംഘർഷണൻ. സൃഷ്ടിക്കുമ്പോഴും സംഹരിക്കുമ്പോഴും നിർവികാരമായി മാറ്റമില്ലാതെ വർത്തിക്കുന്ന മൂർത്തിയാണ് അച്യുതൻ. സംഘർഷണൻ ജീവാത്മാവിനെ തന്നിൽ ലയിപ്പിക്കുമ്പോൾ അച്യുതൻ വ്യക്തിത്വത്തെ മാറ്റമില്ലാതെ നിലനിർത്തുന്നു. സംഘർഷ ശബ്ദം ബലരാമൻ്റെ പര്യായമായിട്ടും ഉപയോഗിക്കാറുണ്ട്. ബലരാമനോടൊപ്പം അച്യുതൻ ശ്രീകൃഷ്ണനായും അവതരിച്ചു. ഒരേ സമയത്ത് ബലരാമനായും ശ്രീകൃഷ്ണനായും ഗോകുലത്തിൽ ലീല നടത്തിയതിനാൽ 2 പേരുകൾ ചേർത്ത് ഒറ്റ നാമമായി പ്രയോഗം. പാലാഴിയിൽ പള്ളി കൊടുന്ന മഹാവിഷ്ണുവിൻ്റെ കിടക്കയായ സഹസ്രശീർഷനായ അനന്തനാഗം സംഘർഷനും അതിൽ ലയിക്കുന്ന മഹാവിഷ്ണു അച്യുതനുമാണ്. വേർപിരിയാതെ ഏകമൂർത്തിയായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് സംഘർഷനും അച്യുതനുമായവൻ എന്ന് കാണിക്കാൻ ഒറ്റ നാമമായിട്ട് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. 553 നാമം വരുണ, പടിഞ്ഞാറേ ദിക്കിൻ്റെയും സപ്തസമുദ്രങ്ങളുടെയും അധിപനായ ദേവനാണ് വരുണൻ. മഹാവിഷ്ണുവിൻ്റെ ഒരു മൂർത്തിയായി കരുതപ്പെടുന്നു. ജലവുമായി ബന്ധപ്പെട്ടവയിൽ ഞാൻ വരുണനാണ് എന്ന് ഭഗവത്ഗീത. ആദിത്യൻ്റെ 12 മൂർത്തികളെ 12 ആദിത്യന്മാർ എന്ന് പറയാറുണ്ട്. ഒരാദിത്യൻ്റെ പേര് വരുണൻ എന്നാണ്. സായംകാലത്ത് തൻ്റെ രശ്മികളെ സംയമനം ചെയ്ത് വാരുണ ദിക്കിൽ അല്ലെങ്കിൽ പടിഞ്ഞാറേ ദിക്കിലേക്ക് മറയുന്നത് കൊണ്ടും സൂര്യനെ വരുണൻ എന്ന് പറയുന്നു. സൂര്യൻ മഹാവിഷ്ണുവിൻ്റെ തന്നെ മൂർത്തിയാണ്. 554 നാമം വാരുണ, വരുണനുമായി ബന്ധപ്പെട്ടവനെന്നോ വരുണൻ്റെ പുത്രനെന്നോ ഈ പദത്തെ വ്യാഖ്യാനിക്കാം. മിത്രൻ്റെയും വരുണൻ്റെയും രേതസ് ഒരു കുടത്തിൽ സൂക്ഷിച്ചു എന്നും ആ കുടത്തിൽ നിന്ന് അഗസ്ത്യനും വസിഷ്ഠനും ജനിച്ചു എന്നും പുരാണങ്ങൾ പറയുന്നു. വരുണപുത്രന്മാരായ അവരെ 2 പേരെയും വാരുണ ശബ്ദം കുറിക്കുന്നു. വിഭൂതിയുള്ളതായോ ശ്രീമത്തായോ ഊർജിതമുള്ളതായോ ഏതേത് വസ്തുവുണ്ടോ അതെല്ലാം എൻ്റെ തേജസ്സിൻ്റെ അംശത്തിൽ നിന്നുണ്ടായതാണെന്ന് ഭഗവത്ഗീത. 555 നാമം വൃക്ഷ, ഭഗവാനെ വൃക്ഷമായി ഈ നാമം രൂപണം ചെയ്യുന്നു. ചലനശക്തി ഇല്ലാത്തതും പ്രത്യക്ഷമായ ബുദ്ധിപ്രവർത്തനമില്ലാത്തതുമായ ജീവിയാണ് വൃക്ഷം. ജീവനുള്ളത് കൊണ്ട് ജീവി. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ചുറ്റുപാടുമുണ്ടാകുന്ന മാറ്റങ്ങളുടെ ആഘാതങ്ങൾ ക്ഷമയോടെ സഹിച്ച് തൻ്റെ ശരീരവും ശരീരാവയവങ്ങളും മറ്റു ജീവികളുടെ ഭക്ഷണത്തിനും വിശ്രമത്തിനും ആനന്ദത്തിനുമായി വിട്ടുകൊടുത്ത് തന്നെ നശിപ്പിക്കാൻ കോടാലിയുമായി എത്തുന്ന ശത്രുവിന് പോലും തണലും ഭക്ഷണവും കൊടുത്ത് സ്ഥിരത വിടാതെ നിൽക്കുന്ന വൃക്ഷം സ്ഥിതപ്രജ്ഞൻ്റെയും കാരുണ്യവാന്റെയും ത്യാഗിയുടെയും പ്രതീകമാണ്. ഭഗവാനുമായി രൂപണം ചെയ്യുമ്പോൾ കൽപ്പവൃക്ഷം എന്ന് വ്യാഖ്യാനിക്കാം. ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്നത് കൽപ്പവൃക്ഷത്തിൻ്റെ ശീലമാണ്. തൻ്റെ ഭക്തർക്ക് അവർ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും എല്ലാ പുരുഷാർത്ഥങ്ങളും ഭഗവാൻ നൽകുന്നു. 556 നാമം പുഷ്കരാക്ഷ,
40-ാം നാമമായിട്ട് നമ്മൾ പുഷ്കരാക്ഷ എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. പുഷ്കരത്തെ അല്ലെങ്കിൽ ആകാശത്തെ അക്ഷിക്കുന്നവൻ, വ്യാപിക്കുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം. ആകാശമാകുന്ന കണ്ണുകളുള്ളവനെന്നും വ്യാഖ്യാനിക്കാം. ആകാശം സർവ്വവ്യാപി ആയതുകൊണ്ട് ഭഗവാന്റെ കണ്ണുകൾ എല്ലായിടത്തും ഉണ്ടെന്നും ഭഗവാൻ സർവ്വസാക്ഷിയാണെന്നും ഈ പക്ഷത്തിൽ അർത്ഥം. 557-ാം നാമം മഹാമന, മഹത്തായ മനസ്സുള്ളവൻ. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ സങ്കല്പമാത്രം കൊണ്ട് നടത്താൻ ഭഗവാന് കഴിയുന്നു. എല്ലാ പ്രപഞ്ച പ്രവർത്തനങ്ങളും അനായാസമായി സങ്കല്പിച്ച് നിർവഹിക്കുന്ന മനസ്സുള്ളതുകൊണ്ട് മഹാമന എന്ന നാമം. എല്ലാ പ്രാണികളുടെയും മനസ്സായതുകൊണ്ടും മഹാമനസ്സ്. 558-ാം നാമം ഭഗവാൻ. ഈ വ്യാഖ്യാനത്തിൽ സഹസ്രനാമാവായ മഹാവിഷ്ണുവിനെ കുറിക്കാൻ ഭഗവാൻ എന്ന പദമാണ് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. ഭഗമുള്ളവനാണ് ഭഗവാൻ. ഭഗശബ്ദത്തെ വിഷ്ണു പുരാണം ഇങ്ങനെ നിർവചിക്കുന്നു: സമഗ്രമായ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിവയെ ഭഗങ്ങൾ എന്ന് പറയുന്നു എന്ന് വിഷ്ണു പുരാണം. ഇവ ഉള്ളവനാണ് ഭഗവാൻ. 559-ാം നാമം ഭഗഹ. മുൻ നാമത്തിൽ പറഞ്ഞ ഭഗങ്ങൾ എല്ലാ പ്രാണികളിലും ഉണ്ട്. സമഗ്രതയില്ലെന്നേ ഉള്ളൂ. ഇവ അല്പം ഉണ്ടാകുമ്പോൾ മിക്കപ്പോഴും അഹങ്കാരത്തിന് കാരണമാകുന്നു. ജനനമരണങ്ങളുടെ ആവർത്തനത്തിൽപ്പെട്ട് അസ്വതന്ത്രനാകുന്ന ഭക്തന്റെ ഭഗങ്ങളെ കാരുണ്യമൂർത്തിയായ ഭഗവാൻ നശിപ്പിക്കുന്നു. ഭഗങ്ങൾ നശിക്കുമ്പോൾ ജീവൻ മുക്തനായി തീരുന്നു. ഭക്തന്റെ ഭഗങ്ങളെ നശിപ്പിക്കുന്നതുകൊണ്ട് ഭഗഹ എന്ന നാമം. 560-ാം നാമം ആനന്ദി. ആനന്ദം അനുഭവിക്കുന്നവൻ, ആനന്ദ സ്വരൂപനായവൻ, ആനന്ദം നൽകുന്നവൻ. 561-ാം നാമം വനമാലി. വനമാല അണിഞ്ഞവൻ എന്ന് പദാർത്ഥം. കാട്ടുപൂക്കൾ കോർത്തുണ്ടാക്കിയ മാലയാണ് വനമാല. അതിന് 2 തരത്തിലുള്ള ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. കാൽമുട്ടോളം നീണ്ടുകിടക്കുന്നതും, എല്ലാ ഋതുക്കൾ ഉണ്ടാകുന്ന പൂക്കളും തളിരുകളും കോർത്തുണ്ടാക്കിയതും, മധ്യത്തിൽ കടമ്പിൻ പൂക്കുല കോർത്തിട്ടുള്ളതുമായ മാലയാണ് വനമാല എന്നാണ് ഒരു നിർവചനം. തുളസി, മുല്ല, മന്ദാരം, പാരിജാതം, കദംബം എന്നീ 5 പൂക്കളും ചേർത്ത് കെട്ടിയ മാലയാണ് വനമാല എന്ന് പറയുന്നു എന്നും പറയപ്പെടുന്നു. ശങ്കരാചാര്യർ ഭഗവാൻ അണിയുന്ന വനമാലയിലെ പൂക്കളായി കണ്ടത് പഞ്ചഭൂതങ്ങളെയാണ്. മറ്റു ചില വ്യാഖ്യാതാക്കൾ പഞ്ചതന്മാത്രകളാണ് ഭഗവാന്റെ വനമാലയെന്നും പറയുന്നുണ്ട്. 562-ാം നാമം ഹലായുധ. ഹലം അല്ലെങ്കിൽ കലപ്പ ആയുധമാക്കിയവൻ. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ബലരാമൻ രോഹിണീ ദേവിയുടെ പുത്രനായി അമ്പാടിയിൽ നന്ദഗോപപുത്രനായി ജനിച്ചു. കലപ്പയും നുകവുമായിരുന്നു ബലരാമൻ്റെ ആയുധങ്ങൾ. 563-ാം നാമം ആദിത്യ. 39-ാം നാമമായിട്ട് ഈ പദം നാം ചർച്ച ചെയ്തു. അതിഥിയുടെ പുത്രൻ എന്ന പദാർത്ഥം. അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായി ഭഗവാൻ വാമനനായി ജനിച്ചു. മഹാബലിയിൽ നിന്ന് സ്വർഗം വീണ്ടെടുത്ത് ദേവേന്ദ്രന് നൽകാൻ വേണ്ടി അവതരിച്ച വാമനനെ ഈ നാമം കുറിക്കുന്നു. 564-ാം നാമം ജ്യോതിരാദിത്യ. ജ്യോതിസായും ആദിത്യനായും വർത്തിക്കുന്നവൻ. ജ്യോതിസിൽ ആദിത്യനായി സ്ഥിതി ചെയ്യുന്നവൻ, ആദിത്യനിൽ ജ്യോതിസായി വർത്തിക്കുന്നവൻ എന്ന് 3 വിധത്തിൽ ഈ നാമത്തെ വ്യാഖ്യാനിച്ച് കാണുന്നു. ഏതൊരു തേജസ് ആദിത്യനെ പ്രാപിച്ചിട്ട് എല്ലാ ജഗത്തിനെയും പ്രകാശിപ്പിക്കുന്നുവോ, ഏതൊന്ന് ചന്ദ്രനിലും അഗ്നിയിലും സ്ഥിതി ചെയ്യുന്നുവോ ആ തേജസ് എൻ്റേതാണെന്നറിയുക എന്ന് ഭഗവത്ഗീത. ഏതൊരുവന്റെ ശരീരം ആദിത്യനാണോ, ആരാണോ ഉള്ളിലിരുന്നു കൊണ്ട് ആദിത്യനെ നിയന്ത്രിക്കുന്നത്, ഇവൻ നിന്റെ ആത്മാവും അന്തര്യാമിയുമായി ഭവിക്കുന്നു എന്ന് ബൃഹദാരണ്യ ഉപനിഷത്ത്. 565-ാം നാമം സഹിഷ്ണു. സഹിക്കുന്നവൻ എന്ന് പദത്തിനർത്ഥം. അവതാരം സ്വീകരിക്കുമ്പോൾ പല ക്ലേശങ്ങളും ഭഗവാൻ സഹിക്കുന്നുണ്ട്. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ക്ലേശം സഹിക്കുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം. 566-ാം നാമം ഗതിസത്തമ. ഗതിയും സത്തമനും ആയവൻ എന്നും ഗതിയായുള്ളവരിൽ സത്തമൻ എന്നും വ്യാഖ്യാനിക്കാം. ചലനമാണ് ഗതി. എവിടെ നിന്നോ തുടങ്ങി എങ്ങോട്ടോ ഉള്ള ചലനം. ജന്മത്തിൽ നിന്നും മരണത്തിലേക്കെന്നും സൃഷ്ടിയിൽ നിന്നും സംഹാരത്തിലേക്കെന്നും സാമാന്യമായിട്ട് പറയാം. ഭഗവാനിൽ നിന്ന് പ്രസരിച്ച തേജസ് പുരാണങ്ങളിലെ ഒരു കണികയാണ് ജീവൻ. ആ പ്രഭാകണം തിരിച്ച് പരംധാമത്തിൽ എത്തിച്ചേരുന്നത് വരെ ആ ഗതി തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഗതി ഭഗവാൻ തന്നെയാണ്. സത്ത് തമ എന്നീ 2 പദങ്ങൾ ചേർന്നതാണ് സത്തമ ശബ്ദം. ഏറ്റവും മെച്ചപ്പെട്ടവൻ, സത്തുക്കളിൽ സർവശ്രേഷ്ഠൻ എന്നൊക്കെ അർത്ഥം പറയാം. ഗതിയും സത്തമനും മഹാവിഷ്ണു തന്നെയാണ്. വേദാസ്വാംഗോ അജിതകൃഷ്ണോ ദൃഢസംഘർഷണോ അച്യുത വരുണോ വാരുണോ വൃഷം പുഷ്കരാക്ഷോ മഹാമന ഭഗവാൻ ഭഗാനന്ദി വനമാലി ഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമ.